യോഹന്നാൻ 6:63. ക്രിസ്തു യേശു അരുളി ചെയ്യുന്നു, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. ആമേൻ. ഞാൻ സംസാരിച്ച വചനം ജീവനാകുന്നു. The words that I have spoken, Jesus Christ says, is life. நான் உங்களுக்கு சொல்லும் வசனம் ജീവനായിരിക്കുന്നത്. കർത്താവായ ഞാൻ നിങ്ങളോട് അരുളി ചെയ്ത വചനം ജീവനാകുന്നു. The word of God is nothing but life. ഒരു ബാലന്റെ കയ്യിൽ ഉണ്ടായിരുന്ന 5 യവത്തപ്പം യോഹന്നാൻ 6-ാം അധ്യായത്തിൽ യേശു വാഴ്ത്തി. യേശു വാഴ്ത്തിയപ്പോൾ യേശു വാഴ്ത്തി ആ അപ്പം കൂടിയിരുന്ന ആളുകൾക്ക് കൊടുത്തപ്പോൾ കണക്കിലടങ്ങ ആളുകൾ. നമ്മുടെ അറിവിന് വേണ്ടി ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന പുരുഷന്മാർ മാത്രം 5000 പേർ, കണക്കിലടങ്ങ പെരും തിരൾ കൂട്ടം തിന്ന് തൃപ്തരായി. The Bible says they were filled. അവർക്ക് തൃപ്തിയായി, വയറ് നിറഞ്ഞ്. സാധാരണമായി മനുഷ്യർക്കൊരു സ്വഭാവമുണ്ട്, വയറ് നിറഞ്ഞാൽ അല്പം ഉഷാർ വരും. ഇവർക്കൊരു ഉഷാറായി, മനുഷ്യർ ഉഷാറായി. യോഹന്നാൻ 6:15 ആ ഉഷാറിൽ ഇങ്ങനെ പ്രസ്താവിച്ച്, കം ലെറ്റ് us make this gentleman as our king. നമുക്ക് ഈ ക്രിസ്തുവിനെ രാജാവാക്കാം, നമുക്ക് ഇവനെ പിടിച്ച് രാജാവാക്കാം എന്ന് ഭാവിച്ചു. കർത്താവ് അവരുടെ മുമ്പിൽ നിന്ന് ഒഴുകി പോയി അപ്രത്യക്ഷമായി. എൻ്റെ രാജ്യം ഐഹികമല്ല. ആമേൻ. ഞാൻ ഇവിടെ ഒരു കിങ് ആകുവാൻ വന്നവനല്ല. എൻ്റെ രാജ്യം ഐഹികമല്ല. യോഹന്നാൻ 6-ാം അധ്യായം 57-58 വചനങ്ങളിൽ കർത്താവ് അവിടെ ഉള്ളിന് തുളയ്ക്കുന്ന ജീവന്റെ വചനം പ്രസ്താവിക്കുന്നു. ഈ അപ്പം തിന്നുന്നവൻ മരിക്കും, എന്നെ തിന്നുന്നവൻ മരിക്കുകയില്ല. ആമേൻ. ലളിതമായി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. യോഹന്നാൻ 6:57-58 വചനങ്ങളിൽ മന്ന തിന്ന് നമ്മുടെ പിതാക്കന്മാർ പോലും മരിച്ചു. എന്നെ തിന്നുന്നവൻ, ക്രിസ്തുവിനെ തിന്നുന്നവൻ, എന്നാൽ എൻ്റെ വചനം തിന്നുന്നവൻ. ആമേൻ. ക്രിസ്തുവിൻ്റെ വചനം അനുസരിക്കുന്നവൻ, അനുസരണം ലഭിക്കുന്ന ജീവൻ, ക്രിസ്തുവിൻ്റെ അനുസരണം മുഖാന്തരം ലഭിക്കുന്ന നിത്യജീവനെക്കുറിച്ചാണ്. മന്ന തിന്ന് പിതാക്കന്മാർ പോലും മരിച്ചു. കർത്താവായ ജീവന്റെ വചനമായ എന്നെ തിന്നുന്നവൻ ഒരു നാളും മരിക്കുകയില്ല. യോഹന്നാൻ 14:9, യോഹന്നാൻ 11:25, റോമർക്ക് എഴുതിയ ലേഖനം 6:23. ക്രിസ്തുവിൽ
വിശ്വസിക്കുന്നവൻ ഏവനാകലും അവൻ മരിച്ചാലും ജീവിക്കും. വിശ്വസിക്കുന്ന ആളുകൾ ഇങ്ങനെ ഇരുന്നാൽ പോരാ. ആമേൻ. പാപത്തിൻ്റെ ശമ്പളം മരണം. പിതാവാം ദൈവത്തിൻ്റെ കൃപാവരമോ വരദാനമോ പിതാവിൻ്റെ ദാനമോ ക്രിസ്തുവിൽ നിത്യജീവൻ. പോരാ. ആമേൻ. പാപത്തിൻ്റെ ശമ്പളം മരണം. പിതാവാം ദൈവത്തിൻ്റെ ദാനമോ അവൻ നമുക്ക് തന്ന ദാനമോ റോമർ 6:23 ക്രിസ്തുവിൽ നിത്യജീവൻ. കർത്താവ് അരുളി ചെയ്യുന്ന താൻ മുഖാന്തരമല്ലാതെ ഒരുവനും പിതാവിൻ്റെ അടുക്കൽ എത്തിച്ചേരുന്നില്ല. ആമേൻ. അതാണ് കർത്താവ് സൂചന നൽകിയത്. അപ്പം തിന്നുന്നവൻ ചാകും, ജീവ അപ്പമായ എന്നെ തിന്നുന്നവൻ ഒരു നാളും ചാവുകയില്ല. കാരണം ഞാൻ തന്നെ വചനം, വചനം ജീവനാകുന്ന. ഹല്ലേലൂയ. ഇത് കേട്ടപ്പോൾ കൂടുന്ന ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല. യോഹന്നാൻ 6:41 സ്വന്ത ജാതി ജനം പിറുപിറുത്ത്. യോഹന്നാൻ 6:41 ജ്യൂസ് മർമേർഡ്. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു, യഹൂദന്മാർ പിറുപിറുത്ത് കൂടി നിന്ന ശിഷ്യന്മാരോ ഇത് കഠിന വാക്ക്. It is something too hard. Who can bear it? ഇത് കഠിന വാക്ക്. അവർ കർത്താവിനെ വിട്ടിട്ട് ഓടി. യേശു ഏകനായി. അങ്ങനെയാണല്ലോ ലോകം. ലൂക്കോസ് സുവിശേഷം 17-ാം അധ്യായം ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, 10 കുഷ്ഠരോഗികൾക്ക് രോഗസൗഖ്യം കിട്ടി, അത്ഭുത സൗഖ്യം. പക്ഷേ കർത്താവിൻ്റെ നാമത്തിലുള്ള രക്ഷയ്ക്കായി വന്നത് ഒരേ ഒരുവൻ. രോഗസൗഖ്യത്തിന് വന്ന് ഞെരുക്കിയത് 10 കുഷ്ഠരോഗികൾ. മടങ്ങി വന്ന് കർത്താവിൻ്റെ രക്ഷയ്ക്കായി വന്നത് ഒരേ ഒരുവൻ. യേശുവിൻ്റെ രോഗസൗഖ്യം പ്രാപിപ്പാൻ മർക്കോസ് സുവിശേഷം 2-ാം അധ്യായം ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, വീട്ടിൻ്റെ വാതിൽ വരെ ആൾക്കൂട്ടം. പക്ഷെ കർത്താവിൻ്റെ ക്രൂസിൽ കിടന്നപ്പോൾ ക്രൂസിൻ്റെ ചുവട്ടിൽ 2 പേർ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാൻ 19:25 അമ്മ മറിയം, മഗ്ദലക്കാരത്തി മറിയം. 2 ആളുകൾ ക്രൂസിൻ്റെ ചുവട്ടിൽ. ഇവിടെയും പുരുഷന്മാർ മാത്രം 5000, സ്ത്രീകളും കുട്ടികൾക്കും കണക്കില്ല. എല്ലാവരുടെയും വയറ് നിറഞ്ഞ് കർത്താവിൻ്റെ ജീവൻ്റെ വചനം യേശു കർത്താവ് പ്രസ്താവിച്ചപ്പോൾ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, എല്ലാവരും ശിഷ്യന്മാർ പോലും വിട്ടു ഓടി. They fled Jesus. ജീവൻ്റെ വചനം അവർക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല, അവർ വിട്ടോടി. അപ്പോൾ ഇന്നർ സർക്കിളിൽ 12 ആളുകൾ പത്രോസയും കൂട്ടി അവിടെ മുഖം നോക്കി കർത്താവ് പറയും, നിങ്ങൾക്ക് വേണമെങ്കിലും പോകാം. യോഹന്നാൻ 6:68 അപ്പോഴാണ് പത്രോസ് ലീഹ ധൈര്യത്തോട് പ്രസ്താവിക്കുന്ന, ഞങ്ങൾക്ക് വേറെ എവിടെ കൊണ്ട് ഗതി, ഞങ്ങൾ വേറെ എവിടെ പോകും? കാരണം യോഹന്നാൻ 6:68 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന നിത്യ ജീവൻ്റെ വാക്കുകൾ, വചനങ്ങൾ കർത്താവേ അങ്ങയുടെ അടുക്കലുണ്ട്. ആമേൻ, ഹല്ലേലൂയ. The words of life,
നിങ്ങൾ ഇവിടെ ഇരുന്ന് കേൾക്കുന്നത് ഒരു പ്രസംഗിയുടെ പ്രസംഗമല്ല. നോ നോ, സ്വർഗം തന്നെ നിങ്ങളോട് സംസാരിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനത്തിൽ ജീവൻ ഉണ്ട്. കാരണം വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന ഈ ദൈവവചനം നിങ്ങളുടെയും എൻ്റെയും പ്ലാൻ, ദൈവത്തിൻ്റെ പദ്ധതി, ഇത് നിറച്ച് നമ്മെക്കുറിച്ചുള്ള പദ്ധതികളാണ്, നമ്മെക്കുറിച്ചുള്ള ചരിത്രമാണ്. പ്ലാൻ ആൻഡ് ഹിസ്റ്ററി. ജെരമ്യ പ്രവാചകൻ ഒന്നുകൂടെ സ്പഷ്ടമാക്കി എഴുതുന്നു 29:11 നിങ്ങളെക്കുറിച്ചും എന്നെക്കുറിച്ചുമുള്ള സ്വർഗത്തിലെ ദേവാദി ദൈവത്തിൻ്റെ മനസ്സിലെ നിരൂപണം. ആമേൻ, ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ വളരെ സൗന്ദര്യമായി എഴുതുന്നു 139:16 നിയമിക്കപ്പെട്ട നാളുകളിൽ, അത് അണ്ടർലൈൻ ചെയ്ത് വായിക്കണം, നിയമിക്കപ്പെട്ട നാളുകളിൽ ഞാൻ ഒന്നുമില്ലാതിരുന്നപ്പോൾ. ആമേൻ, ഹല്ലേലൂയ. When I was unformed substance, അമ്മയുടെ കരുവിൽ, അമ്മയുടെ ഗർഭത്തിൽ നിയമിക്കപ്പെട്ട നാളുകളിൽ സങ്കീർത്തനക്കാരൻ എഴുതുന്നു, ഞാൻ ഒന്നുമില്ലാതിരുന്നപ്പോൾ എൻ്റെ ദൈവം അവയെല്ലാം, എന്നെക്കുറിച്ചുള്ള നിരൂപണമെല്ലാം ദൈവം തൻ്റെ പുസ്തകത്തിൽ എഴുതി. അതാണ് വചനം. ആമേൻ. ഞാൻ അമ്മയുടെ ഗർഭത്തിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ, അൺഫോംഡ് സബ്സ്റ്റൻസ്, വെറും ശൂന്യമായിരുന്നപ്പോൾ, ഇവൻ എന്താകും, എന്ന് ജനിക്കും, എന്താകും, എവിടേക്ക് സഞ്ചരിക്കും, എന്ന് മരിക്കും, എന്തെല്ലാം പ്രവർത്തിക്കുമെന്നുള്ള എൻ്റെ പ്ലാൻ, എന്നെക്കുറിച്ചുള്ള പ്ലാൻ, എന്നെക്കുറിച്ചുള്ള ചരിത്രം, എന്നെക്കുറിച്ചുള്ള ദേവാദി ദൈവത്തിൻ്റെ നിരൂപണം ഞാൻ ഒന്നുമില്ലാതിരുന്നപ്പോൾ അവൻ എഴുതി, തൻ്റെ പുസ്തകത്തിൽ എഴുതി. ആമേൻ. ആകയാൽ ഈ തിരുവെഴുത്തിന് ജീവൻ ഉണ്ട്. രണ്ടാമത്, ഈ തിരുവെഴുത്തിൻ്റെ പ്രത്യേകത വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന യോഹന്നാൻ 5:39 യേശു കർത്താവ് അരുളി ചെയ്യുന്ന ഈ തിരുവെഴുത്ത് എൻ്റെ സാക്ഷ്യം. ആമേൻ, ഹല്ലേലൂയ. ഈ വചനം ജീവനാണ്. കാരണം ഓരോ മനുഷ്യന്റെയും ദൈവത്തിൻ്റെ നിരൂപണം. നിന്റെ ജീവിതത്തിൻ്റെ ഒരു അധ്യായം തുടങ്ങും മുമ്പ് ദൈവം നിനക്കൊരു അധ്യായം എഴുതി. ഹല്ലേലൂയ. രണ്ടാമത് കർത്താവ് അരുളി ചെയ്യുന്ന ഇത് എൻ്റെ സാക്ഷ്യം, ക്രിസ്തുവിനെ കുറിച്ചുള്ള സാക്ഷ്യം. ഉൽപ്പത്തി 3:15 സർപ്പത്തിൻ്റെ തല തകർക്കുന്ന സ്ത്രീയുടെ സന്താനം, അത് ഒരു സാക്ഷ്യം. ആമേൻ. ഉൽപ്പത്തി പുസ്തകം 28:12 സ്വർഗത്തോളം എത്തി നിൽക്കുന്ന യാക്കോബ് സ്വപ്നത്തിൽ കണ്ട ഏണി, അത് ഒരു സാക്ഷ്യം, ക്രിസ്തുവിനെ കുറിച്ചുള്ള സാക്ഷ്യം. ബിലയാം പ്രവാചകൻ ആത്മനിറവിൽ ഒരു വിഷൻ കാണുന്നു. സംഖ്യ 24:17 I see a star is coming out of Jacob. യാക്കോബിന്റെ ഗോത്രത്തിൽ നിന്ന് ഒരു ഉദയ നക്ഷത്രം ഉദിച്ചു വരുന്നത് ഞാൻ കാണുന്നു. അത് ക്രിസ്തുവിനെ കുറിച്ചുള്ള തിരുവെഴുത്തിലെ ഒരു സാക്ഷ്യം. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം 34-35 ഉയരത്തിൽ നിന്ന് പറഞ്ഞു വന്ന ഒരു കല്ല്. The Bible says the stone untouched by human hand.
ജോസഫ് പിതാവിൻ്റെ ശക്തിയാൽ ലഭിച്ച കല്ലല്ല. ബൈബിൾ ചന്തമായി നമ്മെ പഠിപ്പിക്കുന്ന ആത്മാവിൻ്റെ ബലത്താൽ ഗർഭം ധരിക്കപ്പെട്ട കല്ല്, മനുഷ്യൻ്റെ കൈപടാത്ത കല്ല് ഇറങ്ങി വന്ന് 4 സാമ്രാജ്യങ്ങളുടെ അവസാന സാമ്രാജ്യം റോമ സാമ്രാജ്യം ഇരുമ്പും കളിമണ്ണും ചേർന്ന കലർപ്പിന് തകർത്ത് ആ കല്ല് ദാനിയേൽ പ്രവചനം 2:34-35 വലുതായി 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 മഹാപർവ്വതമായി. ഇത് ക്രിസ്തുവിനെ കുറിച്ചുള്ള സാക്ഷ്യം. ആമേൻ, ഹല്ലേലൂയ. തിരുവെഴുത്ത് എന്നെക്കുറിച്ചുള്ള സാക്ഷ്യം നിന്നെക്കുറിച്ചുള്ള പിതാവാം ദൈവത്തിൻ്റെ മനസ്സിലെ നിരൂപണം ആകയാൽ ഇതിൽ ജീവൻ ഉണ്ട്. ആമേൻ, ഹല്ലേലൂയ. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന പിതാവാം ദൈവം തന്നെ പുത്രനെ കുറിച്ച് പറഞ്ഞ സാക്ഷ്യം. മത്തായി സുവിശേഷം 17 ആദ്യ പാരഗ്രാഫിൻ അവസാന ലൈനിൽ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ഇവൻ പത്രോസേ, നീ 3 കുടിലടിക്കാൻ ഒരുങ്ങിയല്ലോ. 1 മോശയ്ക്ക്, 1 പത്രോസിന്, 1 ദൈവപുത്രന്. അല്ല അല്ല, നീ അടിക്കേണ്ടത് ഒറ്റ കുടിൽ മാത്രം. ഇവൻ, ഈ പുത്രൻ മോശയല്ല, പ്രവാചകന്മാരിൽ ഒരുവനല്ല, എലീജ അല്ല, എലീഷ അല്ല, ജോസഫും മറിയമും ജെറമിയും നെഗേമിയാവും അല്ലവേ അല്ല. ഇവൻ ക്രിസ്തു യേശു എന്നുള്ള എൻ്റെ ഏകജാതൻ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അതാണ് കർത്താവ് അരുളി ചെയ്യുന്നത്. ഇത് എൻ്റെ സാക്ഷ്യത്തിൻ്റെ പുസ്തകം. ഈ തിരുവെഴുത്തിൽ ജീവൻ ഉണ്ട്. ആമേൻ. നിന്നെ ജ്ഞാനിയാക്കുന്ന തിരുവെഴുത്ത്. മനസ്സിലായവർ കൈകളെ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തണം. 2 തിമോത്തിയോസ് 3:15 തൻ്റെ ആത്മീയ ശിഷ്യൻ തിമോത്തിയോസിനോട് കർത്താവ് കൽപ്പിക്കുന്നു, മകനെ, ഈ തിരുവെഴുത്ത് നിന്നെ ജ്ഞാനിയാക്കുന്ന തിരുവെഴുത്ത്. എന്തിൻ്റെ ജ്ഞാനി? രക്ഷയ്ക്കായുള്ള ജ്ഞാനി, നിത്യ രക്ഷയ്ക്കായി നിന്നെ ജ്ഞാനിയാക്കുന്ന തിരുവെഴുത്ത്. 2 തിമോത്തിയോസ് 3:15 ക്രിസ്തു യേശുവിൽ ഉള്ള വിശ്വാസത്താൽ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, ക്രിസ്തു യേശുവിലുള്ള വിശ്വാസത്താൽ നിത്യ രക്ഷയ്ക്കായി നിന്നെ ജ്ഞാനിയാക്കുന്ന തിരുവെഴുത്ത്. ഈ തിരുവെഴുത്തിൽ ജീവൻ ഉണ്ട്. ആമേൻ, ഹല്ലേലൂയ. കാലം കഴിയുന്നു, നാളുകൾ പോയി, കർത്താവിൻ വരവ് സമീപമായി. കാലം കഴിയുന്നു, നാളുകൾ പോയി, കർത്താവിൻ വരവ് സമീപമായി. മഹത്വ നാമത്തെ കീർത്തിപ്പാനായി ശക്തീകരിക്കനിൻ ആത്മാവിന യാത്ര ചെയ്യോ. യുദ്ധം ചെയ്യും ഞാൻ. കൈകൾ ഉയർത്തി, കൈകളെ തട്ടി ശക്തിയോടെ ബലമായി 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 കെട്ടുകൾ പൊട്ടുന്നു, കെട്ടുകൾ പൊട്ടുന്നു. ഇരുള് നീങ്ങുന്നു, ഇരുളും നീങ്ങുന്നു. ചില വ്യക്തികളെ കവി പിടിച്ചിരിക്കുന്ന പഴയ സർപ്പത്തിൻ്റെ ചങ്ങലകൾ
നിന്നിൽ നിന്ന് ആരാധനയുടെ ആരംഭത്തിൽ തന്നെ അഴിഞ്ഞു വീഴുന്നിട. പലർക്ക് സ്തോത്രം പറയുവാൻ കഴിയുന്നില്ല, ചിലർക്ക് ദൈവത്തെ സ്തുതിപ്പാൻ കഴിയുന്നില്ല. ദൈവപൈതലേ, ഉള്ളു തുറക്കുക, ഉള്ളു തുറക്കുക, നാവെടുത്ത് വാഴ്ത്തുക. റഗ്ഗ ലഞ്ചന സ്വർഗം താണിറങ്ങി വരുന്നു. Yes, God's majestic presence wants to be filled within you. നിന്നെ നിറയ്ക്കുവാൻ സ്വർഗത്തിന് താല്പര്യമുണ്ട്. വല്ലതും പുകഞ്ഞ് ചിന്തിച്ച് ഉള്ളിനെ അടച്ചു വെച്ച് ആമേൻ നശിച്ചു പോകരുത്. ഉള്ളു തുറക്കുക. അപ്പാ യേശുവേ, അങ്ങ് എനിക്ക് വേണം. തിരുവെഴുത്തിന്റെ സാക്ഷ്യമേ, ഏകപുത്രൻ, ദൈവത്തിന്റെ ഏകപുത്രൻ, എന്റെ രക്ഷയ്ക്കായി ഉള്ള ഏകവാതിൽ യേശുവേ, എന്റെ ഉള്ളിൽ വരണമേ, ഉള്ളിൽ വരണമേ. അവന്റെ വചനത്തിൽ ജീവൻ ഉണ്ട്, നിത്യജീവൻ, നിത്യജീവൻ. അപ്പം തിന്നവൻ ചാകും, ഇവൻ ജീവാപ്പമാണ്. ആമേൻ. ടി 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 റബ ലഞ്ചന. ആത്മാവിൽ നിറയുക, ആത്മാവിൽ നിറയുക, ആത്മാവിൽ നിറയുക. ഡോണ്ട് വെയിറ്റ് ഫോർ ദി ലാസ്റ്റ് സെഷൻ. അവസാനം നോക്കിക്കൊള്ളാമെന്ന് ഇരിക്കരുത്. അഗ്നി അഭിഷേക തീയിൽ ഇപ്പോൾ നിറയുക. ഇപ്പോൾ 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 നിറയുവേൻ, നിറയുവേൻ, നിറയുവേൻ. ആമേൻ. നാക്ക് വിട്ടുകൊടുക്ക, ഉള്ളു വിട്ടുകൊടുക്ക, ഉള്ളു വിട്ടുകൊടുക്ക. ജീവിതം കർത്താവിന് വിട്ടുകൊടുക്ക. എല്ലാ ആളുകളും ശക്തിയോടെ, 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 ബലമായി, ബലമായി, ബലമായി നിറയ്ക്കണം. ആരംഭത്തിൽ തന്നെ, ആരംഭത്തിൽ തന്നെ ഓരോ ആളുകളിലും, ഓരോ ആളുകളിലും, ഓരോ ആളുകളിലും മെയിൻ ഹാളിൽ പുരുഷന്മാരുടെ ഭാഗത്ത് പുറകിൽ കിഡ്നി രോഗിയായി വന്നിരിക്കുന്ന ഒരു സഹോദരൻ, വൈദ്യന്മാരുടെ മുമ്പിൽ ഉള്ള നിരൂപണം നിങ്ങൾക്ക് ആയുസ് കട്ടി കുറവ് എന്നാണ്. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അത്ഭുത കരം ദയ കാട്ടുന്ന നിങ്ങളോട്, നിങ്ങളെ തൊടുന്ന്, നിങ്ങളുടെ കിഡ്നിയെ സൗഖ്യമാക്കുന്നു. കർത്താവ് ആയുസ് നീട്ടിത്തരുന്നു. കർത്താവിൻ്റെ തിരുവെഴുത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുക സഹോദര. ആമേൻ, ആമേൻ, ആമേൻ. യേശു കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ വചനം ഒരു പ്രസംഗമല്ല, അത് ജീവൻ, അത് ജീവൻ. നമ്പർ 1 ജെറേമിയ 23:29. ജെറേമിയ 23:29. കർത്താവ് പ്രവാചകൻ ജെറേമിയ മുഖാന്തരം അരുളി ചെയ്യുന്നു, എൻ്റെ വചനം തീ പോലെയും, ആമേൻ, എൻ്റെ വചനം ദൈവം അരുളി ചെയ്യുന്നു, പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും അല്ലയോ. തുറക്കുന്നില്ല. ചിലർ ഇങ്ങോട്ട് നോക്കാൻ പോലും പറ്റുന്നില്ല. ഉള്ളിലെ പാമ്പ് ഇരുന്നിങ്ങനെ നെളിയുന്നു. യേശുവിൻ നാമത്തിൽ അങ്ങനെ പാമ്പിന്റെ കൺട്രോളിൽ ഇരിക്കുന്ന ആളുകള് യേശുവിൻ നാമത്തിൽ വിടുതൽ കൽപ്പിക്കുന്നു. 30 ആണ്ട് കാലം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സേവിച്ച് മുടിഞ്ഞു പോയ ഒരു മനുഷ്യൻ ഇവിടെ വന്നിട്ടുണ്ട്. God wants you
ഈ വചനം പ്രസ്താവിപ്പാൻ നിങ്ങളെ യേശുവിന് ആവശ്യമുണ്ട്. ദൈവവചനം ഫ്ലെക്സിബിൾ റബ്ബർ അല്ല, ഒരു കഷ്ണം സോപ്പുമല്ല. ദൈവവചനം അടിച്ച് ഉടയ്ക്കുന്ന ചുറ്റിക. ആമേൻ. വാ അനങ്ങണം. വാ അനങ്ങില്ല എങ്കിൽ ഉറങ്ങിപ്പോകും. ദൈവവചനം ജെരമ്യ പ്രവാചകൻ മുഖാന്തരം യേശു കർത്താവ് അരുളി ചെയ്യുന്ന അടിച്ച് ഉടയ്ക്കുന്ന ചുറ്റിക. വചനം അടിക്കും. ഒന്ന്, ചിലരെ തകർക്കും, പലരെ നിരപ്പാക്കും. ആമേൻ. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന എബ്രായർ 11:6 എന്നെ അന്വേഷിക്കുന്നവർക്ക് ഞാൻ പ്രതിഫലം നൽകും. ദൈവമായ ജീവന്റെ ഉറവിടമായ എന്നെ അന്വേഷിക്കുന്ന ആളുകൾക്ക് ഞാൻ റിവാർഡ്, പ്രതിഫലം നൽകും. അങ്ങനെയാണെങ്കിൽ മറുഭാഗത്തിൽ അന്വേഷിക്കാത്തവന് പ്രതികാരം നൽകുന്നവൻ. ആമേൻ. അതാണ് ചുറ്റിക. അടിച്ച് തകർക്കും, നിരപ്പാക്കുകയില്ല. ആവർത്തനം 28:2 വചനം അനുസരിക്കുന്നവന് അനുഗ്രഹം, മറ്റവന് ശാപം. അതാണ് ദൈവവചനമെന്നുള്ള ചുറ്റിക. അടിച്ച് ഒരു ഭാഗത്തിൽ തകർക്കും, മറുഭാഗത്തിൽ നിരപ്പാക്കും, അവസാനം മിനസപ്പെടുത്തും. ആമേൻ. ഹല്ലേലൂയ. ചുറ്റിക അടിച്ച് നിരപ്പാക്കും. ദൈവവചനമെന്നുള്ള ചുറ്റിക അടിച്ച് ആളുകളെ നിരപ്പാക്കും, സ്വഭാവത്തെ നിരപ്പാക്കും, പോക്കിനെയും വരവിനെയും ചിന്തയും വാക്കും പ്രവൃത്തിയും നിരപ്പാക്കും, അവസാനം മിനസം നൽകും. ആമേൻ. ആമേൻ. ചുറ്റിക നമ്മെ മിനസപ്പെടുത്തും. ഒന്നാമത്തെ മിനസം ശോധന. 2 കൊരിന്ത്യർ 13:5 കൊരിന്ത് സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലൻ പൗലോസ് എഴുതുന്നു, ടെസ്റ്റ് whether you are in faith. Oh church, test whether you are in faith. നിങ്ങൾ തന്നെ പരിശോധന ചെയ്ത് നോക്കുക. ശരിക്കും വിശ്വാസത്തിൽ തന്നെയാണോ? ആമേൻ. വിശ്വാസത്തിന്റെ പരിശുദ്ധി, the genuineness of faithfulness. നെഹെമ്യ 9:8 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, യഹോവ ദൈവത്തിൻ്റെ അഗ്നി കണ്ണുകൾ ഭൂമിയിൽ എല്ലായിടും ഊടാടി ഒരേ ഒരു മനുഷ്യൻ, ആബ്രഹാം എന്നുള്ള ഒരേ ഒരു മനുഷ്യൻ ദൈവസന്നിധിയിൽ വിശ്വസ്തം എന്ന് കണ്ട് അതോട് വിട്ടില്ല. God wanted to test. ആ വിശ്വസ്തതയുടെ പരിശുദ്ധി കാണാൻ 100 ആണ്ടുകൾ കഴിഞ്ഞ് നൽകിയ സന്താനത്തെ യാഗമർപ്പിക്കുവാൻ ചുറ്റിയിൽ കൊണ്ട് ഒരു അടി ദൈവം കൊടുത്ത് വിശ്വാസത്തിൻ്റെ പരിശുദ്ധി അറിയുവാൻ, വിശ്വസ്തതയുടെ പരിശുദ്ധി അറിയുവാൻ ചുറ്റിയൽ അടിക്കും, നിരപ്പാക്കും, മിനസം നൽകും. മിനസത്തിൻ്റെ ആദ്യ മർമ്മം വിശ്വസ്തതയുടെ പരിശുദ്ധി അറിയുവാനുള്ള അടി ചുറ്റിയൽ നൽകുന്നത്. രണ്ടാമത് മാനസാന്തരം. മിനസം സൂചന നൽകുന്നത് ഒരാത്മാവിൻ്റെ ഉള്ളിൽ ഉരുവാകേണ്ട മാനസാന്തരം. മാനസാന്തരം ഉണ്ടായാൽ ഒരു മനുഷ്യൻ്റെയും ഒരു സഹോദരിയുടെയും ലാക്ക് ഒരു നാളും തെറ്റുകയേയില്ല. ആമേൻ. ആമേൻ. അതാണ് വചനമെന്നുള്ള ചുറ്റിക നൽകുന്ന
അടി. 1 സാമുവേൽ 17:40, 1 സാമുവേൽ 17:49 ഇടയച്ചെറുക്കൻ ദാവീദ് തന്നേക്കാൾ പ്രാപ്തിയും ബലമും പൊക്കമും സർവ സജ്ജീകരണത്തോട് നിൽക്കുന്ന ഗോലിയാത്തിനെ ജയിക്കുവാൻ തോട്ടിൽ നിന്ന് പെറുക്കിയെടുത്തത് മിനസമുള്ള 5 കല്ലുകൾ എടുത്ത് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. തൻ്റെ ഇടയ സഞ്ചിയിലിട്ട് 1 സാമുവേൽ 17:40, 1 സാമുവേൽ 17:49 അതിൽ നിന്ന് ദാവീദ് എന്നുള്ള ഇടയച്ചെറുക്കൻ ഒറ്റ കല്ല് പെറുക്കിയെടുത്ത് എറിഞ്ഞപ്പോൾ നെറ്റിയിൽ കൊണ്ട് എന്നല്ല ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. മിനസമുള്ള കല്ലെടുത്ത് ശത്രുവിൻ്റെ നെറ്റിക്ക് തന്നെ എറിഞ്ഞ്. ആമേൻ. തമ്മിൽ വ്യത്യാസമുണ്ട്. എറിഞ്ഞപ്പോൾ നെറ്റിക്ക് കൊണ്ടെന്നല്ല, അവൻ നെറ്റിക്ക് തന്നെ എറിഞ്ഞ്. രണ്ടാമത്തെ സൂചന, ചുറ്റിക കൊണ്ടുള്ള അടി നമുക്ക് നൽകുന്നത് ഒരിക്കലും തെറ്റിപ്പോകാത്ത മാനസാന്തര ഫലം പുറപ്പെടുവിക്കുന്ന ക്രിസ്തീയ ജീവിതം. ആമേൻ. ഹല്ലേലൂയ. മൂന്നാമത്, ചുറ്റികയുടെ മർമ്മം സമ്പൂർണം കുറവ് തീർക്കപ്പെട്ട കല്ലുകളായി നമ്മെ നിരപ്പാക്കി മിനസം നൽകും. 1 രാജാക്കന്മാർ 6-7 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. വെട്ടുകുഴിയിൽ വച്ചു തന്നെ കുറവ് തീർക്കപ്പെട്ട കല്ലുകൾ സാലമൻ രാജ ആലയ പരിസരത്ത് കൊണ്ടുവന്ന് ആലയം പണിതീർത്ത്. മിനസപ്പെടുത്തപ്പെട്ട കല്ലുകൾ സമ്പൂർണം സമ്പൂർണം രക്ഷിക്കപ്പെട്ട ആത്മാവ്, ക്രിസ്തുവിനെ പോലെ ജീവിക്കുന്ന ആത്മാവ്. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. അവൻ ചെയ്യുന്ന സ്തുതി സ്തോത്രം സമ്പൂർണം പ്രാപിച്ച ഒരു ആത്മാവ്, യേശുവിൻ്റെ സ്പർശനം ഏറ്റ ഒരു ആത്മാവ് ചെയ്യുന്ന ആരാധനയിൽ നിന്ന് മുഴങ്ങിക്കേൾക്കുന്നത് ഒച്ചപ്പാടല്ല, അത് ആരാധനയുടെ ഘോഷമാണ്. ആമേൻ. ഇറ്റ് ഈസ് നോട്ട് നോയ്സ് ബട്ട് ഇറ്റ് ഈസ് വോയിസ്. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്നത് ഒച്ചയല്ല, ആരാധനയുടെ ഘോഷമാണ്. അതാണ് ചുറ്റിക നൽകുന്ന അടി. അവസാനം നാൾക്ക് നാൾ പുതുക്കം. ദൈവവചനമെന്നുള്ള ചുറ്റിക നമ്മെ അടിക്കുമ്പോൾ നമ്മൾ ഉണ്ടാകുന്ന അനുഭൂതി വിശ്വസ്തതയുടെ പരിശുദ്ധി നമ്പർ 1, മാനസാന്തരത്തിൻ്റെ പരിശുദ്ധി നമ്പർ 2, സമ്പൂർണതയുടെ പരിശുദ്ധി നമ്പർ 3. നാലാമത്, ദൈവജനം ശ്രദ്ധിച്ച് കേൾക്കണമേ, നാൾക്ക് നാൾ നാം തന്നെ വിധിക്കണം. എന്നാൽ നാം ഒടുക്കത്തെ നാളിൽ വിധിക്കപ്പെടുകയില്ല. 1 കൊരിന്ത്യർ 11:31 ജഡ്ജ് യുവർസെൽഫ് ഡെയിലി. അതാണ് റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 1-ാം വചനത്തിൽ. ഇപ്പോൾ ക്രിസ്തുവിൽ ഉള്ളവർക്ക് ശിക്ഷാവിധിയേയില്ല. ഇപ്പോൾ ഇന്ന് അന്നുള്ള കണക്ക് ദൈവസന്നിധിയിൽ വചനത്തിൻ്റെ മുമ്പിൽ ഇരുന്ന് നീ തീർത്തിട്ട് അടുത്ത നാളിൽ കാൽ വയ്ക്കാവൂ. മനസ്സിലായവർ കൈകളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പല ആളുകൾ മരണക്കിടക്കയിൽ കിടന്ന് കുസ്തി കാണിക്കും. ഇതാണ് കാരണം. ജീവിതത്തിൽ വചനത്തിൻ്റെ മുമ്പിൽ ഒരു നാളും ഇവർ താങ്കളെ വിധിക്കുകയില്ല.
ഒരു ആത്മീയ മർമ്മം മനസ്സിലാക്കിക്കൊള്ളുക. എന്നും അന്നന്നറ്റ കണക്ക് വചനം വിടർത്തി, വചനം വായിച്ച്, വചനം നിന്നെ വിധിക്കണം. അങ്ങനെ വിധിയിൽ ലഭിക്കുന്ന പരിശുദ്ധി കൊണ്ട് മാത്രമേ അടുത്ത ദിവസത്തിൽ നീ കാൽപതിക്കാവൂ. 1 കൊരിന്ത്യർ 11:31 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, നാം നമ്മെ തന്നെ വിധിച്ചാൽ, ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, നീ ഒടുക്കത്തെ നാളിൽ വിധിക്കപ്പെടുകയില്ല. ഹല്ലേലൂയ. സ്തോത്രം വരുന്നില്ല. അത് സൂചന നൽകുന്നത് ചുറ്റുകയാണ്. എന്നും വചനം കൊണ്ട് നാം അടിക്കപ്പെടണം. അടി നമ്മെ നിരപ്പാക്കണം. ആ നിരപ്പ് നമ്മുടെ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ മിനസ്സം കൂട്ടണം. അതാണ് കൊരിന്ത് ലേഖനത്തിൽ കൊരിന്ത് സഭയോട് പൗലപ്പോസ്തലൻ ചോദിക്കുന്നു, വാട്ട് ഷുഡ് ഐ ബ്രിങ് when I come to your church? നിങ്ങളുടെ സഭയിൽ, നിങ്ങളുടെ കൂട്ടായ്മയിൽ ഞാൻ വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് കൊണ്ടുവരണം? നിങ്ങളുടെ സഭയിൽ ഞാൻ വരുമ്പോൾ 1 കൊരിന്ത്യർ 4:1 ഞാൻ വടിയുമായി വരണമോ? ആമേൻ. ഞാൻ പെരമ്പുമായി വരണമോ? അപ്പോസ്തലൻ പൗലോസ് ഇവിടെ സൂചന നൽകുന്ന വടി നാം വായിച്ച ചുറ്റികയാണ്, തിരുത്തലിൻ്റെ വടി. Should I come to your church with the rod of correction? ദൈവ വചനമെന്നുള്ള വടിയായി ഞാൻ വരണമോ നിങ്ങളെ തിരുത്തുവാൻ, അന്നന്ന് നിങ്ങളെ വിധിപ്പാൻ? അങ്ങനെ അവസാനം ഒടുക്കത്തെ നാളിൻ്റെ വിധിയിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുവാൻ ഞാൻ വടിയുമായി, ഒരു ചുറ്റികയുമായി ഞാൻ വരണമോ? വചനം. അപ്പോസ്തല പ്രവൃത്തികൾ 17:11 ഒരു പ്രസംഗം, ഒരു കഥ, ഒരു കിളവിക്കഥ കേൾക്കുന്നത് പോലെ ആരും കേൾക്കരുത്. ഡോണ്ട് ചീറ്റ് യുവർ സെൽഫ്. നിന്റെ ആത്മീയ ജീവിതം പരാജയമായി തീരും. ഇത് ജാഗ്രതയോട് കൈക്കൊള്ളണം. നിങ്ങളെക്കാട്ടിലും എനിക്ക് വളരെ ഭയമാണ്. ഒരു വചനം പറയുമ്പോൾ ഞാൻ 10 പ്രാവശ്യം ബൈബിളിൽ എടുത്തു നോക്കും. ശരി തന്നെയാണോ? തെറ്റിപ്പോകരുതേ, എൻ്റെ നാവ് പിഴയ്ക്കരുതേ. ആദിമ നൂറ്റാണ്ട് സഭയിലെ വിശ്വാസികൾ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന, അവർ ജാഗ്രതയോട് കൈക്കൊണ്ട് മാത്രമല്ല അത് പരിശോധിച്ച്, ഇവൻ പ്രസംഗിക്കുന്നത് ശരിയാണോ? They examined every word. They examined every word. കൈക്കൊണ്ടത് മാത്രമല്ല, ജാഗ്രതയോട് കൈക്കൊണ്ട്, ജാഗ്രതയോട് കൈക്കൊണ്ടത് മാത്രമല്ല, ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന അപ്പോസ്തലൻ 17:11 അത് ഓരോ വാക്കും ദൈവജനം പരിശോധിച്ചു. ദേ എക്സാമിൻഡ്. അങ്ങനെ പരിശോധിച്ച വചനം എപ്പോഴും ഉള്ളിൽ അറിഞ്ഞു വച്ചിരുന്നു. മത്തായി സുവിശേഷം 22:29, മർക്കോസ് സുവിശേഷം 12:24 ഒരു നല്ല വചനമുണ്ട്. People are mistaken for they do not know the word of God. വചനം അറിയായ്കയാൽ ജനം തെറ്റിപ്പോകുന്നു. ആമേൻ. വചനം അറിയായ്കയാൽ ജനം തെറ്റിപ്പോകുന്നു. ജാഗ്രതയോട് വചനം കൈക്കൊള്ളണം. ജാഗ്രതയോട് അങ്ങനെ തന്നെയോ എന്ന് ദിവസം പ്രതി പരിശോധിക്കണം. ആ വചനം എപ്പോഴും റെഡിയായി നാം അറിഞ്ഞു വച്ചിരിക്കണം. ആ വചനം സാലമൻ രാജ എഴുതുന്നു ഷഡ്സഭയ്ക്ക് 4-ാം അധ്യായം 21-ാം വചനത്തിൽ. അത്
നിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നട്ടുവയ്ക്കണം. എന്നാൽ നിന്റെ പോക്കും നടപ്പും പ്രവർത്തനവും വലത്തോട്ടോ ഇടത്തോട്ടോ തിരിഞ്ഞാൽ നിന്റെ ഉള്ളിൽ നിന്ന് വചനം സംസാരിക്കും. വചനത്തിൽ ജീവനുണ്ട്. അതല്ല വഴി, ഇതാണ് വഴി. ഐസയ 30-ാം അധ്യായം 21-ാം വചനത്തിൻ പ്രകാരം. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ചു, രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ചു, കാഹളങ്ങൾ ഊണ്ടിടുമ്പോൾ പൂന്തലം വിറയ്ക്കുമേ, കാഹളങ്ങൾ ഊതിടുമ്പോൾ പൂന്തലം വിറയ്ക്കുമേ. ജയം, ഹല്ലേലൂയ, ജയം, ജയം, എപ്പോഴും ജയം, ഹല്ലേലൂയ, ജയം. കൈകൾ ഉയർത്തി, കൈകളെ തട്ടി, എല്ലാരും കൈകൾ ഉയർത്തി, കൈകളെ തട്ടി ശക്തിയോടെ ആമേൻ, ആമേൻ, ആമേൻ. ശത്രുഗണം ഒന്നാകെ ചെങ്കടലിൽ മുങ്ങിപ്പോ, ശത്രുഗണം ഒന്നാകെ ചെങ്കടലിൽ മുങ്ങിപ്പോ, വൈരിയുടെ എതിർപ്പുകൾ ഇനിമേൽ, വൈരിയുടെ കല്ല് പോലെ ഉള്ള ഹൃദയങ്ങളെ കർത്താവിന്റെ വചനത്തിന്റെ കരം തൊടുന്ന്. ഓ ഹാർഡ് ഹാർട്ട്, ആർക്കും പിടികൊടുക്കാത്ത ഹൃദയങ്ങള് കർത്താവിന്റെ വചനം എന്നുള്ള കല്ല് അടിച്ച് ഉടച്ച് നിരപ്പാക്കി മിനുസപ്പെടുത്തുന്നു. ദാമോദരൻ ദേവമക്കളെ ഉപദ്രവപ്പെടുത്തിയ ദാമോദരൻ, നിന്റെ തലമുറയും അങ്ങനെയാണ്. ദാമോദരന് കർത്താവിന്റെ വചനം എന്നുള്ള ചുറ്റിക അടിക്കുന്നു, നിരപ്പാക്കുന്നു, മിനുസപ്പെടുത്തുന്നു. നിന്റെ തലമുറ കർത്താവിന്റെ വേലയ്ക്ക് വേണം. ജനശാലതം ധനുദബ, ഉള്ളുകളെ തൊടുന്ന ദൈവവചനം, വ്യക്തികളുടെ ഉള്ളുകളെ ദൈവവചനം തൊടുന്നതാ. അഗ്നി മഴ, അഗ്നി മഴ, അഗ്നി മഴ, അഗ്നി മഴ, അഗ്നി. ആത്മാവിൽ നിറയുവിൻ, അഭിഷേക തീയിൽ നിറയുവിൻ. വിട്ടുകൊടുക്ക, ജഡം ചാകട്ടെ, ജഡിക ഉല്ലാസം മരിക്കട്ടെ. ആമേൻ. അനീതിയുടെ അവയവങ്ങൾ മരിക്കട്ടെ. ആമേൻ, ഹല്ലേലൂയ. നാക്കിലെ ജീവൻ, നിന്റെ കണ്ണിലെ ജാഗ്രത, നിന്റെ ശരീരത്തിലെ ഡിസിപ്ലിൻ തരുന്ന വചനമെന്നുള്ള ചുറ്റിക അടിച്ച് നിറപ്പാക്കുന്നത്. ലഞ്ജന ശാലത. ഓ ഓ സ്വർഗം താണിറങ്ങി വരുന്നു, സ്വർഗം താണിറങ്ങി വരുന്നു, സ്വർഗം താണിറങ്ങി വരുന്നു. ആമേൻ, 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 ആമേൻ. വിശ്വാസത്തിൽ പരിശുദ്ധി, മാനസാന്തരത്തിൽ പരിശുദ്ധി, സമർപ്പണത്തിൽ, ആരാധനയിൽ, സ്തുതി സ്തോത്രത്തിൽ പരിശുദ്ധി. അന്ന് നീ നിന്നെ വിധിച്ച് മുമ്പോട്ട് പോകുന്നതിൽ പരിശുദ്ധി. ദൈവവചനം കൊണ്ട് അന്ന് ദൈവ പൈതലേ, നീ നിന്നെ വിധിച്ച് മുമ്പോട്ട് പോകാതിരുന്നാൽ ഒടുക്കത്തെ നാളിൽ നീ ചെന്ന് കുടുങ്ങും. ആമേൻ. മരണക്കിടക്കയിൽ കിടന്ന് നീ കുസ്തി കാണിക്കും.
നിനക്ക് ബോധം നഷ്ടപ്പെടുമ്പോൾ മാനസാന്തരപ്പെടുവാൻ കഴിയുകയില്ല. ആകയാൽ ആമേൻ, നീ ഒരിടത്തും കേട്ടിട്ടില്ലാത്ത ദൈവം അടിയനോട് സംസാരിച്ച് ആത്മീക വളർച്ചയ്ക്കുള്ള മർമ്മം കേട്ടുകൊള്ളുക. അന്നു നീ വചനം കൊണ്ട് നിന്നെ വിധിച്ച് മുമ്പോട്ട് പോവുക, നീ ജയം പ്രാപിക്കും. അഭിഷേക ടീ. കെട്ടുകൾ പൊട്ടുന്നു, കെട്ടുകൾ പൊട്ടുന്നു, കെട്ടുകൾ പൊട്ടുന്നു. വിദേശത്തിൽ പോകുവാൻ ശ്രമിക്കുന്ന 6 വ്യക്തികളുടെ തടസ്സ മതിലുകൾ തകർന്ന് വീഴുന്നേ. ഓ, സാമ്പത്തിക ബുദ്ധിമുട്ട് മുഖാന്തരം ഉറക്കമില്ലാതെ നിലവിളിക്കുന്ന ചില കുടുംബങ്ങളിൽ കർത്താവിന്റെ വചനമെന്നുള്ള ആ ചുറ്റിക ഇറങ്ങി സമൃദ്ധി നൽകുന്നേ. റബ ലഞ്ജന ശാലദന്തന റബ. കൃപ, 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 ദൈവ കൃപ, ദൈവ കൃപ, ദൈവ കൃപ, ദൈവ കൃപ. ഓര ശന്തന മിനസപ്പെടുത്തുന്നവൻ. തകർക്കുന്ന രാജരാജൻ സൈന്യത്തിൻ്റെ മുമ്പിലാ. തകർക്കുന്ന രാജരാജൻ സൈന്യത്തിൻ്റെ മുമ്പിലാ. നായകന ഉള്ളതിനാൽ ജയം ജയം നിശ്ചയം. നായകനായി ജയം 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 എപ്പോഴും ജയം. ഹല്ലേലൂയ. ജയം ജയം എപ്പോഴും യേശുരാജനു. ജയം എപ്പോഴും യേശുരാജൻ നാമത്തിനു. ജയം ജയം എപ്പോഴും. 4 ജെറേമിയ 23:29 ദൈവം അരുളി ചെയ്യുന്നു, എൻ്റെ വചനം തീ പോലെയും. ആമേൻ. സോപ്പല്ല, റബ്ബർ വാറുമല്ല, ഇത് ചുറ്റിക. ദൈവവചനം ചുറ്റിക. ആമേൻ. വിശ്വസ്തതയുടെ പരിശുദ്ധി അറിയുവാൻ, മാനസാന്തരത്തിൻ്റെ പരിശുദ്ധി അറിയുവാൻ, ദൈവസന്നിധിയിലുള്ള സമർപ്പണത്തിൻ്റെ പരിശുദ്ധി അറിയുവാൻ. ഇടുന്ന സ്വോത്രം ഹല്ലേലൂയ വെറും ഒച്ചയാണോ വിജയത്തിൻ്റെ ഘോഷമാണോ എന്ന് അറിയുവാൻ ഈ ചുറ്റിക. നാൾക്ക് നാൾ പുതുക്കം പ്രാപിച്ചു വേണം അടുത്ത നാളിൽ കാൽ പതിക്കുവാൻ. എന്നാൽ നീ ഒടുക്കത്തെ നാളിൽ കുലുങ്ങിപ്പോകത്തില്ല. ഹല്ലേലൂയ. ഇത് ദൈവം അടിയനോട് സംസാരിച്ച് നിനക്ക് വേറെ എവിടെയും കിട്ടാത്ത അരിയ വചനം. ആമേൻ. അടുത്ത് ജെറേമിയ 23:29 വചനം തീ പോലെ. ആമേൻ. വെള്ളം ആഴത്തിലേക്ക് ചാടും, വെളിച്ചം ഇരുളിലേക്ക് തുളച്ചു കയറും. വെളിച്ചമെന്നുള്ള പ്രകാശം ഇരുളിൽ തുളച്ചു കയറും, വെള്ളം ആഴത്തിലേക്ക് ചാടും. തീയോ വലിയ കാറ്റും മഴയും ഇല്ലായിരുന്നെങ്കിൽ തീയുടെ പോക്ക് നേരെ ഉയരെ. മനസ്സിലായോ? എവർ സ്ട്രൈറ്റ് അപ്വേർഡ്, നേരെ ഉയരെ. നീതി ത്രാസിൻ്റെ നാവ് ഒരിക്കലും ചായ്കയില്ലാതെ നേരെ നിൽക്കും. അതുപോലെ നേരെ ഉയരെ. ദൈവവചനവും അതുപോലെയാണ്.
നീതിയുടെ പ്രതീകമാണ് ദൈവവചനം. ഒരിക്കലും ചാഞ്ചാടുകയില്ല. കാരണം വചനത്തിൽ ബന്ധനമില്ല, അശുദ്ധിയില്ല. വചനത്തിൽ ഒരു അഡ്ജസ്റ്റ്മെന്റുമില്ല. അവൻ അരുളി ചെയ്താൽ അരുളി ചെയ്തത് തന്നെ. സീനായി പർവ്വതത്തിൻ കൊടുമുടിയിലിരുന്ന് 6 ലക്ഷം ഇസ്രായേൽ ജനത്തോട് യഹോവ ദൈവം സംസാരിച്ചു, അരുളി ചെയ്ത്. പുറപ്പാട് 20:18. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന കർത്താവിൻ്റെ ആ ശബ്ദം ഇടി വെട്ടുന്നത് പോലെ. ചെവി പറകൾ പൊട്ടി ഇടി വെട്ടുന്നത് പോലെ ആളുകൾ പറന്ന്. അവിടെ ഉണ്ട് വചനം. മിന്നൽ അടിച്ചതുപോലെ, കാഹള നാദം ഒലിച്ചതുപോലെ. And finally the Bible says the mountain in which my God dwelt and spoke, it began to smoke. പർവ്വതം പുകഞ്ഞ് അഗ്നിനാദം പുറപ്പെട്ട് ജനം നിലവിളിച്ച്, മോശേ, ദൈവം ഞങ്ങളോട് സംസാരിക്കേണ്ട, അങ്ങ് സംസാരിച്ചാൽ മതി. There the Bible says people trembled. ജനം വിറച്ചു. ദൈവശബ്ദം കേട്ടപ്പോൾ ജനം വിറച്ചു. നെഹെമ്യ 8:8 ദൈവവചനം കേട്ടപ്പോൾ ജനം കരഞ്ഞ്. നാം ഇന്ന് ദൈവസന്നിധിയിൽ ഒരു കുടുംബമായി കരയും. പ്രാർത്ഥന സമയത്ത് കരയും. ദീർഘകാലം നിങ്ങൾക്ക് ലഭിക്കാത്ത വിടുതൽ തമ്പുരാൻ ഇന്ന് നിങ്ങൾക്ക് തന്ന് പറഞ്ഞയക്കും. നാം ഇന്ന് കരയും. വചനത്തിൻ്റെ മുമ്പിൽ നാം കരയും. ഇസ്രായേൽ ജനം കരഞ്ഞതുപോലെ കരയും. കാരണം വചനത്തിൻ്റെ പ്രത്യേകത, ആട്ടം ബോംബ് തുളയ്ക്കുവാൻ കഴിയാത്ത സ്ഥലത്ത്, AK-47 തുളയ്ക്കുവാൻ കഴിയാത്ത സ്ഥലത്ത്, ഇസ്രായേലിന്റെ മിസൈൽ തുളയ്ക്കുവാൻ കഴിയാത്ത സ്ഥലത്ത് ദൈവവചനം തുളച്ച് കയറും. എബ്രായർ 4:12 സദ്ധി മജ്ജകളെ തുളയ്ക്കുന്ന ദൈവവചനം, മനുഷ്യന്റെ പ്രാണനെ തുളയ്ക്കുന്ന ദൈവവചനം, മനുഷ്യന്റെ ആത്മാവിനെ തുളയ്ക്കുന്ന ദൈവവചനം, മനുഷ്യന്റെ മനസ്സാക്ഷിയെ തുളയ്ക്കുന്ന ദൈവവചനം, മനുഷ്യന്റെ ഉള്ളിൽ നിന്നുള്ള ഹൃദയത്തെ തുളയ്ക്കുന്ന ദൈവവചനം. എബ്രായർക്ക് എഴുതിയ ലേഖനം 4:12, റോമർക്ക് എഴുതിയ ലേഖനം 2:15, ലൂക്കോസ് സുവിശേഷം 24:32 ഞാൻ പറഞ്ഞ വചനങ്ങൾ അവിടെ ഉണ്ട്. വചനം തുളയ്ക്കും. കാരണം ഇത് തീയാണ്. ഇത് തീയാണ്. പത്രോസ് എന്നുള്ള മുക്കുവൻ എഴുന്നേറ്റ് നിന്ന് 3 മിനിറ്റ് വചനം പ്രസ്താവിച്ചപ്പോൾ 3000 പേരുടെ ഉള്ള് വചനം കുത്തി തുളച്ചു. കുത്തി പത്രോസിൻ്റെ കാൽക്കൽ വീണ്, ഞങ്ങളിനി എന്ത് ചെയ്യണം? വചനം തീയാണ്. ഒരു മനുഷ്യൻ്റെ പ്രാണന് ഇത് തുളയ്ക്കും. പ്രാണൻ മഹാശക്തനായ ദൈവത്തിൻ്റെ ശ്വാസം. ഉൽപ്പത്തി 2:7 ഒരു മനുഷ്യൻ്റെ ആത്മാവിനെ തുളയ്ക്കും. മനുഷ്യൻ്റെ ആത്മാവ് സദസ്വാക്യം 20:27 മഹാദൈവത്തിൻ്റെ ദീപം. എബ്രായർ 4:12 നമ്മെ പഠിപ്പിക്കുന്ന നമ്മുടെ ശരീരത്തെ ദൈവവചനം തുളയ്ക്കും. ഒരു മനുഷ്യൻ്റെ ശരീരമോ 1 കൊരിന്ത്യർ 3:16 വചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ശരീരം, നമ്മുടെ ശരീരം, നമ്മുടെ ഉടൽ, കൂടാരം, മൺപുര മഹാദൈവത്തിൻ്റെ മന്ദിരം. റോമർ 2:15 നമ്മെ പഠിപ്പിക്കുന്ന നമ്മുടെ മനസ്സാക്ഷി. മനസ്സ് വേറ്, മനസ്സാക്ഷി വേറ്. മനസ്സ് സൗന്ദര്യമുള്ള ഇടത്ത് ചായും, 4 ചക്രമുള്ള ഇടത്ത് ചായും.
വലിയ പാർട്ടിയുള്ള സ്ഥലത്ത് മനസ്സ് ചായും. ഭരണ മന്ത്രി വന്നാൽ അങ്ങോട്ട് മനസ്സ് ചായും. മനസാക്ഷി ചായുകയില്ല. റോമർ 2:15 നമ്മ പഠിപ്പിക്കുന്നു. അത് ദൈവത്തിൻ്റെ സാക്ഷിയാണ്. ആമേൻ. ഇറ്റ്സ് എ ഡിവൈൻ വിറ്റ്നസ്. റോമർ 2:15. ഒരു മനുഷ്യന്റെ മനസ്സാക്ഷി ദിവ്യ സാക്ഷിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. യോഹന്നാൻ 8-ാം അധ്യായം 6, 7, 8 വചനങ്ങളിൽ വിഭചാര കർമ്മത്തിൽ കയ്യും മെയ്യുമായി പിടിപെട്ട് ഒരു സ്ത്രീയെ പരീശന്മാരും ശാസ്ത്രിമാരും കർത്താവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ജനത്തിൻ്റെ നടുവിൽ നിർത്തി, നീ എന്ത് പറയുന്നു? ഞങ്ങളുടെ കയ്യിൽ മോശ തന്ന ന്യായപ്രമാണത്തിൽ ഇവിടെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് വകുപ്പുണ്ട്, അങ്ങ് എന്ത് പറയുന്നു? കർത്താവ് വാ തുറന്ന് പ്രസ്താവിച്ച തിരുവെഴുത്ത് വചനം, നിങ്ങളിൽ പാപമില്ലാത്തവൻ ഇവളുടെ മേൽ ആദ്യ കല്ലെറിയട്ടെ. ഇത് കേട്ടിട്ട് മൂത്തവരും ഇളയവരും ഒന്നൊന്നാ സ്ഥലം വിട്ട്. ഏത് കേട്ടിട്ട്? എന്തിനവർ സ്ഥലം വിട്ട്? യോഹന്നാൻ 8-ാം അധ്യായം 9-ാം വചനത്തിൽ യേശു അരുളി ചെയ്ത തിരുവെഴുത്ത് കേട്ടിട്ട്. ആമേൻ. കർത്താവിൻ്റെ പൊന്മൊഴി വായിൽ നിന്ന് പുറപ്പെട്ട് തീയെപ്പോലുള്ള വചനം കേട്ടിട്ട് എങ്ങനെ അവർ സ്ഥലം വിട്ടത്? മനസാക്ഷിയുടെ ആക്ഷേപം നിമിത്തം സ്ഥലം വിട്ട്. ആമേൻ. ദൈവവചനം ശരീരത്തെ മാത്രമല്ല തുളയ്ക്കുന്നത്, ആത്മാവിനെ മാത്രമല്ല തുളയ്ക്കുന്നത്, പ്രാണന മാത്രമല്ല തുളയ്ക്കുന്നത്. ഇവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ഏത് കൊടുക്കൊമ്പിൻ്റെയും മനസാക്ഷിയെ തുളയ്ക്കുന്ന തീയാണ് ദൈവവചനം. ആമേൻ, ഹല്ലേലൂയ. ദാനിയേൽ പ്രവചനം 5:5 വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്നു. ബാബിലോണിയൻ പാലസിൽ കെടുകെട്ടി നെബൂഖദ്നേസരുടെ മകൻ എന്നാണ് ബൈബിൾ നമ്മ പഠിപ്പിക്കുന്നത് ബെൽഷസർ. 1000 പ്രഭുക്കന്മാരെ കൊണ്ടുവന്ന് വലിയ പാട്ട് വിരുന്ന് നടത്തി. ഭാര്യമാരും വൈപ്പാട്ടികളും സ്നേഹിതന്മാരും ഒരു വലിയ കുടിച്ച് അവർ കുമ്മാളമടിച്ച് ലഹരിയിൽ നിറഞ്ഞത് കള്ളും കഞ്ചാവും ബ്രാൻഡിയും അവർ നിറച്ചത്. അവൻ്റെ അപ്പൻ നെബൂഖദ്നേസർ എൻ്റെ അപ്പൻ്റെ ജെറുസലേം ദേവാലയത്തിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുവന്ന പൊൻ പൂജാപാത്രത്തിൽ, ദേവാലയത്തിൽ മാത്രം ഉപയോഗപ്പെടുത്തപ്പെടുന്ന പൂജാപാത്രത്തിൽ കള്ളും ബ്രാൻഡിയും വെള്ളമും നിറച്ച് മദ്യപിച്ചു. The heaven was patiently watching his wickedness. ഇവന്റെ ദുഷ്ടതയെ സ്വർഗം മാനിറ്റർ ചെയ്തു കൊണ്ടേയിരുന്നു. അങ്ങനെ കള്ളിൻ്റെയും കഞ്ചാവുടെയും ജടികത്തിൻ്റെയും ഉല്ലാസ ബോധ മയക്കം അവൻ്റെ തലച്ചോറിൽ പിടിച്ചപ്പോൾ പൊന്നും മണ്ണും കൊണ്ട് ചെയ്യപ്പെട്ട വിഗ്രഹത്തെ ഇവർ സ്തുതിച്ചു. അപ്പോൾ സ്വർഗം അലർട്ടായി. സ്വർഗത്തിൽ നിന്ന് ഒരു കൈപ്പത്തി ഇറങ്ങി ഇവൻ്റെ പാലസിൻ്റെ കൊട്ടാരത്തിൻ്റെ വെള്ളപ്പൂശപ്പെട്ട ചുവരിൽ കൈപ്പത്തിയുടെ വിരലുകൾ എഴുതി. കൈപ്പത്തി കണ്ട ഉടൻ തന്നെ ബെൽഷസറുടെ മുട്ടുകൾ ആടാൻ തുടങ്ങി. അവൻ്റെ അയപ്പുകൾ അഴിഞ്ഞ് അവൻ ഭയപ്പെട്ട്
അവന്റെ സമാധാനം അവനെ വിട്ടുപോയി. ഇത് എന്താണ് കാരണം? സംതിങ് ഈസ് റിട്ടേൺ, ഇറ്റ് ഈസ് ടെറിബിൾ, ഐ കനോട്ട് ബിയർ, ഐ ആം ഫ്രൈറ്റൻഡ്. അവൻ നിലവിളിച്ചപ്പോൾ അവന്റെ നാട്ടിലുള്ള സർവ്വ PhD കാരെയും കൊണ്ടുവന്ന് അവർക്ക് ഒരു ചുക്കും അറിഞ്ഞുകൂടാ. ആരോ ഒരാൾ പറഞ്ഞു കൊടുത്ത് ഒരു ദൈവഭക്തനുണ്ട്, അവൻ ആത്മനിറവ് പ്രാപിച്ചവൻ, പേര് ദാനിയേൽ. ദാനിയേലിനെ കൊണ്ടുവന്ന് ദാനിയേൽ വ്യാഖ്യാനിക്കുന്നു. ദാനിയേൽ 5-ാം അധ്യായം 24-ാം വചനത്തിൽ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, ആ കൈപ്പട്ടിയുടെ വിരലുകൾ ചുവരിൽ എഴുതിയത് ദേവാടി ദൈവത്തിൻ്റെ തിരുവെഴുത്താണ്. ആമേൻ, ഹല്ലേലൂയ. ആ തിരുവെഴുത്തിൽ ജീവനുണ്ട്. ആ തിരുവെഴുത്ത് ബെൽഷസ്സർ രാജാവേ, നിന്നെ അടിച്ച് ഉടച്ച് നിരപ്പാക്കുന്ന ചുറ്റികയാണ്, നിന്റെ ഉള്ളിനെ തുളയ്ക്കുന്ന അഗ്നിയാണ്. ഒരു 20 ആണ്ടുകൾക്ക് മുമ്പ് നിങ്ങളുടെ പോങ്ങമൂട്, ട്രിവാൻഡ്രമല്ല, ഇവിടുത്തെ പോങ്ങമൂട്, അതിൻ്റെ അടുത്ത് പുന്നാവൂർ, ഒരു വലിയ റബ്ബർ എസ്റ്റേറ്റിൽ, ഓർമ്മ ശരിയാണെങ്കിൽ ഒരു ഇവാഞ്ചലിസ്റ്റ്, തമ്പി എന്നുള്ള ഇവാഞ്ചലിസ്റ്റ് എന്നെ വിളിച്ച് 3 നാൾ സുവിശേഷ യോഗം നടത്തി. 5000-ലധികം ആ കുഗ്രാമത്തിൽ റബ്ബർ എസ്റ്റേറ്റ് നിറഞ്ഞ് വഴിഞ്ഞ് ഒഴുകി. ഇവിടെ ആത്മാവിൻ്റെ ഹാർവെസ്റ്റ്, മറുഭാഗത്തിൽ കുറച്ച് കള്ളുകുടിയന്മാർ, ദുഷ്ടന്മാർ ഈ കൂട്ടത്തെ ഒന്ന് കലക്കുവാൻ പദ്ധതി ഒരുക്കി. ഷിബു എന്നുള്ള ഒരു ചെറുപ്പക്കാരനെ ഗംഗണം കെട്ടി ഒരുക്കി. പ്രസംഗം തീയായി ഇറങ്ങുമ്പോൾ ഇവൻ ആ കൂട്ടത്തിലെടുത്ത് ചാടി. ഫുൾ തണ്ണി വെള്ളം. ഷിബു ഇവിടെ സാക്ഷി പറഞ്ഞിട്ടുണ്ട് വന്ന്. അപ്പോൾ സംഘാടകർ ഇവനെ മിനുക്കുവാൻ ഒരുങ്ങപ്പെട്ടപ്പോൾ പ്രസംഗം നിർത്തിയിട്ട് ഞാൻ ഇടപെട്ട് പറഞ്ഞ്, നിങ്ങളാരും അവനെ തൊടരുത്, എൻ്റെ ദൈവം അവനെ ഇപ്പോൾ തൊടും. എൻ്റെ ദൈവത്തിൻ്റെ വചനം നാളേക്ക് തൊടുമെന്നല്ല, ഇപ്പോൾ തൊടുന്നത് നിങ്ങൾ കാണും. ദൈവവചനമെന്നുള്ള തീ ഇറങ്ങി ശിവുവിനെ തൊട്ട് അടിച്ച് തറയിലിട്ട് ബോധം പോയി. സംഭവിച്ചത് 8:30. പിറ്റേ ദിവസം അതിരാവിലെ വരെ അതേ മയക്കത്തിൽ ആ ഗ്രൗണ്ടിൽ കിടന്ന്. എഴുന്നേറ്റപ്പോൾ ആ പൗലപ്പോസ്തലൻ എങ്ങനെ എഴുന്നേറ്റുവോ, പുത്തം പുതു ഹൃദയവുമായി. അവൻ അന്ന് വരെ ചെയ്ത പാപ സ്വഭാവം കർത്താവിന് വെളിപ്പെടുത്തി കൊടുത്ത് അവിടെ കിടന്ന് കരഞ്ഞ് പുത്തം പുതു മനുഷ്യനായി. അന്ന് മുതൽ കള്ള് ഏന്തിപ്പിടിച്ച അവൻ്റെ കൈ കറുത്ത പുസ്തകം ചുമക്കാൻ തുടങ്ങി. തൊട്ടടുത്ത 2-ാം ശനിയാഴ്ച ആരാധന ഇവിടെ സാക്ഷി പറഞ്ഞ്, പുതുവർഷ സ്തോത്രോത്സവത്തിൽ സാക്ഷി പറഞ്ഞ്, ഇതൊന്നും സങ്കല്പമല്ല, സുന്ദർ സിംഗ് കൊണ്ടു നടക്കുന്നത് കിളവിക്കഥയല്ല, ഇത് തീയാണ് മക്കളെ. വചനം തീയാണ്. വചനം ചുറ്റിക പോലെ, വചനം തീ പോലെ. എൻ്റെ പ്രിയൻ വാനിൽ നിന്ന് എഴുന്നള്ളിടുന്നു, മാറ്റൊലി ഞാൻ കേട്ടിടുന്നു നാട്ടിലെങ്ങുമേ. എൻ്റെ പ്രിയൻ. കൈകളെ ഉയർത്തി, കൈകളെ ഉയർത്തി, കൈകളെ തട്ടി. ആമേൻ, 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 ആമേൻ. പോരാ, 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 പോരാ. ആത്മാവിൽ നിറഞ്ഞ്, ആത്മാവിൽ നിറഞ്ഞ്, ആത്മാവിൽ നിറഞ്ഞ് എല്ലാ ആളുകളും ശക്തിയോടെ, ശക്തിയോടെ, ശക്തിയോടെ. ആമേൻ, 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 ആമേൻ.
എൻ്റെ പ്രിയൻ വാനിൽ നിന്ന് എഴുന്നള്ളിടുന്നു, മാറ്റൊലി ഞാൻ കേട്ടിടുന്നു നാട്ടിലെങ്ങുമേ. എൻ്റെ പ്രിയൻ വാനിൽ നിന്ന് എഴുന്നള്ളിടുന്നു, മാറ്റൊലി ഞാൻ കേട്ടിടുന്നു നാട്ടിലെങ്ങുമേ. ക്ഷാമം ഭൂകമ്പം ആടിനാറുമ്പോ, ക്ഷാമം ഭൂകമ്പം ആടിനാറുമ്പോ, വാഴും ദാവിൻ കൂടെ എപ്പോഴും തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ വാഴും. ടി 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 അഭിഷേകത്തി സങ്കീർത്തനം 119:28 യെസ്രാ ശാസ്ത്രികൾ തന്ന്, ദൈവമേ അങ്ങയുടെ വചനപ്രകാരം എന്നെ ബലപ്പെടുത്തണമേ. ആമേൻ. വചനം അടിച്ച് നിരപ്പാക്കി മിനസ്സപ്പെടുത്തുന്ന വിശ്വസ്തതയുടെ പരിശുദ്ധി, സമർപ്പണത്തിൻ്റെ പരിശുദ്ധി, മാനസാന്തരത്തിൻ്റെ പരിശുദ്ധി അന്നന്ന് നാൾക്ക് നാൾ പുതുക്കം തന്ന് ഒടുക്കത്തെ നാളിൽ ദൈവസന്നിധിയിൽ ഉത്സാറായി നടത്തുന്ന പരിശുദ്ധി. അന്നുള്ള കണക്ക് തീർത്ത് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവമായുള്ള ആ ബന്ധത്തിൽ മുമ്പോട്ട് പോയാൽ ഒടുക്കത്തെ നാളിൽ നിന്റെ കാല് വിറയ്ക്കത്തില്ല. യെസ്രാ ശാസ്ത്രികൾ എഴുതുന്നു, ദൈവമേ അങ്ങയുടെ വചനപ്രകാരം എനിക്ക് ബലം തരണമേ. വചനം ചുറ്റിക മാത്രമല്ല, തീ മാത്രമല്ല, നമുക്ക് ബലം. ഈ വചനം കണ്ടെത്തി ഭക്ഷിക്കുന്നവന് ബലം. 120 ആണ്ടുകൾ എൻ്റെ പിതാവ് നോഹ ഒറ്റയ്ക്ക് പ്രസംഗിച്ചു. മക്കൾ കളിയാക്കി, വെള്ളം വരുന്നേ കൊണ്ടുപോകും. ഇവർ പോയത് സീരിയലൈറ്റ് കാണാൻ, ക്രിസ്മസിൻ്റെ മാഞ്ഞർ കാണാൻ, ഉണ്ണിയേശുവിനെ കാണാൻ, സർക്കസ് കാണാൻ. അവിടെ ബൈബിളിലുണ്ട്, നിന്നെക്കുറിച്ചുള്ള ചരിത്രം ബൈബിളിലുണ്ട്. എന്ത് പുതുവർഷം, എന്ത് ഉപവാസം. ആ മക്കളെ നമുക്ക് പോകാം, ലൈറ്റ് കാണാൻ, സർക്കസ് കാണാൻ, കല്യാണം ഒന്നും മുടക്കല്ലേ. ആ പട്ടക്കാരനെയും കൊണ്ട് ബിക്കിനിക്ക് കീറി അറുത്തുക്കളയും, എന്നെ അറുത്തുക്കളയും. എപ്പോഴും ദൈവഭയത്തോടിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നോഹ 120 ആണ്ടുകൾ പ്രസംഗിച്ചിട്ടും മത്തായി സുവിശേഷം 24:37 എടുത്ത് അണ്ടർലൈൻ ചെയ്യും. തിന്നുന്നത് പാപമല്ല. തിന്ന്, കുടിച്ച്, കൊണ്ട്, ഇതൊന്നും പാപമല്ല. മനുഷ്യൻ്റെ ആവശ്യമുള്ളതാണ്. കൊടുത്ത്, പ്രസവിച്ച്, വീട് കെട്ടി, അവസാനം വെള്ളം വന്ന് ഇവരെ മരണം വാരിക്കൊണ്ട് പോകുന്നത് വരെ ഇവർ അറിഞ്ഞില്ല. ഈ ഗതിയിലാണ് നിങ്ങളിൽ 90% ആളുകളും. എത്ര പറഞ്ഞാലും
സാന്താക്ലാസ് തൊപ്പി വിടത്തില്ല. എത്ര പറഞ്ഞാലും ഉണ്ണിയേശുവിനെ വിടത്തില്ല, മരിയാസ്തുതി വിടുകയില്ല. എത്ര പറഞ്ഞാലും അങ്ങോട്ട് കിടക്കുന്നില്ല. എനിക്ക് സമയമില്ല, എനിക്ക് എൻ്റെ അപ്പൻ്റെ പേര് പറയുവാൻ പോലും എനിക്ക് ഉള്ള സമയമേ ഉള്ളൂ. നേരായിക്കൊള്ളുക, മരണം വാ തുറന്നിരിക്കുന്നു, പിടിച്ചു കൊണ്ടുപോകും. നോഹയുടെ കാലത്ത് വെള്ളം വന്ന് വാരിക്കൊണ്ടു പോയപ്പോൾ പോലും അവർ അറിഞ്ഞില്ല. അവൻ പ്രസംഗിച്ചത് 120 ആണ്ടുകൾ. കണ്ടെത്തി ഭക്ഷിക്കണം, ഫൈൻഡ് ഔട്ട് ആൻഡ് ഈറ്റ്. എന്നാൽ വചനം ആനന്ദം. ജെറമ്യ 15:16. കണ്ടെത്തി വചനം ഭക്ഷിച്ചാൽ വചനം നിനക്ക് ആനന്ദം, വചനം നിനക്ക് ആശ്വാസം. ആശ്വാസം നൽകുന്നത് നെഹെമ്യ 8:10 ദൈവത്തിങ്കൽ ആ ബലം നൽകുന്നത്, ദൈവത്തിങ്കൽ ആ സന്തോഷം നൽകുന്നത്, ദൈവത്തിങ്കൽ നിനക്ക് ബലം. ആമേൻ. വചനം നൽകുന്നത് ആനന്ദം. രണ്ടാമത് വചനം നൽകുന്നത് 1 തെസ്സലോനിക്കർ 4:18 ആശ്വാസം. ആശ്വാസം. പൗലോസ് തെസ്സലോനിക്ക സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ എഴുതുന്നു, ക്രിസ്തുവിൽ മരിച്ചവൻ അങ്ങനെ കിടക്കും എന്നല്ല, അവൻ ഉയർക്കുമെന്നാണ്. 1 തെസ്സലോനിക്ക 4:16 ഈ വചനം കൊണ്ട് കംഫേർട്ട് യുവർ സെൽഫ്. കംഫേർട്ട് യുവർ സെൽഫ്. അങ്ങനെ ഉയർക്കണമെങ്കിൽ നീ ക്രിസ്തുവിൽ ജീവിക്കണം. ക്രിസ്തുവിൽ ജീവിക്കുന്നവൻ ക്രിസ്തുവിൽ മരിക്കും, ക്രിസ്തുവിൽ മരിച്ചവൻ ക്രിസ്തുവിൽ ഉയർക്കും. ആ വചനം നിനക്ക് ആശ്വാസം നൽകും. ആശ്വാസം നൽകുന്നത് 2 കൊരിന്ത്യർ 1:4 നിനക്ക് ബലം. വചനത്താൽ ഉള്ള ആനന്ദം നിനക്ക് നൽകുന്നത് ദൈവത്തിങ്കലുള്ള ബലം. വചനം നൽകുന്ന ആശ്വാസം നിനക്ക് നൽകുന്നത് യേശുവിൽ ഉള്ള ബലം. അത് എഫേസ്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് ക്ലിയറാക്കി പറയുന്നു. എഫേസ്യർ 6:17 വചനം എന്നുള്ള ആത്മാവിൻ്റെ വാൾ. കർത്താവ് മിനിസ്ട്രിയുടെ പ്രാരംഭത്ത് ശിഷ്യന്മാരോട് പറഞ്ഞ്, ഏതായാലും എൻ്റെ പുറകെ വന്നല്ലോ, ഒരു വാള് കൂടെ കയ്യിൽ വെച്ചോളണം. എൻ്റെ കയ്യിൽ ഒരു വാൾ എപ്പോഴും ഉണ്ട്, വചനമെന്നുള്ള വാള്. ലൂക്കോസ് സുവിശേഷം 22:36 Take a sword with you. Take a sword with you for your protection. വചനം കേട്ട് ഇവൻ ആരെന്ന് അവർ മനസ്സിലാക്കിയപ്പോൾ ഇവൻ ഒരു തച്ചൻ്റെ മകനല്ല, യഹോവ ദൈവത്തിൻ്റെ ഏകജാതൻ. തകർക്കപ്പെടുവാൻ, നിനക്ക് വേണ്ടി തകർക്കപ്പെടുവാൻ ഈ ഭൂമിയിൽ വന്നവൻ എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ വാള് ഉറയിൽ ഇടുക. ഇനി എൻ്റെ വചനം എന്നുള്ള വാള് നിനക്ക് മതി. മനസ്സിലായില്ല? എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6:17 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന എഫേസ്യർ 6:17 വചനം എന്നുള്ള ആത്മാവിൻ്റെ വാള്. യേശുദാണ് കൊണ്ട് നടന്നത്. ദുഷ്ടൻ ലൂക്കോസ് 4:4 പിശാസിനെ ജയിച്ചത് വചനമെന്നുള്ള വാൾ കൊണ്ട്. ശത്രു പട്ടാളത്തെ ജയിച്ചത് യോഹന്നാൻ 8:46 നിങ്ങളിൽ എന്നിൽ പാപം ഉണ്ടെന്ന് നിങ്ങളിൽ ആർക്ക് എന്നിൽ ബോധമരുത്തുവാൻ കഴിയും. വന്ന് നിന്ന് പ്രസംഗം കേട്ട പടകൂട്ടം മുമ്പിൽ പോലും ഒരടി ചവിട്ടാതെ പുറകോട്ട് പോയി അയച്ച പരീശനോടും ശാസ്ത്രിയോടും പറഞ്ഞ്,
ഇവൻ പ്രസംഗിച്ചതുപോലെ ആരും ഒരു നാളും പ്രസംഗിച്ചിട്ടേ ഇല്ല. വാളത് ശത്രു പട്ടാളത്തിൻ്റെ വാല് മുറിച്ചു കളഞ്ഞ വചനം എന്നുള്ള വാള്, ശത്രു സാത്താന്റെ വാല് വെട്ടിക്കളഞ്ഞ വചനം എന്നുള്ള വാള്, ഒടുക്കത്തെ ശത്രുവായ മരണത്തെ വിഴുങ്ങിക്കളഞ്ഞ വചനം എന്നുള്ള വാള്, ഹെരോദാവും മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലെ നോബിൾ ഓഫീസർ തൻ്റെ മകൻ മരണക്കിടക്കിൽ കിടക്കുന്ന യേശുവിൻ്റെ പാദത്തിൽ വന്ന് വീണ് യേശു വാള് തൻ്റെ കയ്യിലെടുത്ത് യോഹന്നാൻ 4:50 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, പോയിക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു. വചനമെന്നുള്ള വാള്. അപ്പോൾ തന്നെ അവൻ്റെ ഉള്ളിൽ ജീവൻ വന്ന് ആ സെക്കൻഡിൽ പത്മോസ് ദ്വീപിൽ കിടക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹമുള്ള അപ്പോസ്തലനും ശിഷ്യനുമായ യോഹന്നാൻ, അവിടെ വേറെ ആരുമില്ല, ഒറ്റയ്ക്കൊരു മനുഷ്യൻ. ഉയരത്തിലേക്ക് നോക്കിയപ്പോൾ ഒരു വെള്ളക്കുതിര. വെളിപ്പാട് പുസ്തകം 19:11 ഒരു വെള്ളക്കുതിര, സ്വർഗത്തിലെ ഒരു വെള്ളക്കുതിര. വെള്ളക്കുതിരയിലിരിക്കുന്ന അനേക രാജമുടികൾ ധരിച്ച ഒരുവൻ, അവൻ്റെ കണ്ണുകൾ അഗ്നി ജ്വാല. അവൻ്റെ പേര് 1 വിശ്വസ്തൻ, 2 സത്യവാൻ. ആരെന്നറിഞ്ഞുകൂടാ. അവൻ്റെ ഉടുപ്പിന് അവൻ നോക്കി. അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ഉടുപ്പ് രക്തം തളിച്ച ഉടുപ്പ്. രക്തം തളിച്ചതല്ല മക്കളെ, രക്തത്തിൽ നനഞ്ഞ ഉടുപ്പ്, രക്തത്തിൽ മുക്കിയെടുത്ത ഉടുപ്പ്. ഹിസ് ഗാർമെന്റ് വാസ് നോട്ട് സ്പ്രിങ്കിൾഡ് വിത്ത് ബ്ലഡ്. മലയാള ട്രാൻസ്ലേഷൻ തെറ്റാണ്. തളിച്ചെടുത്തതല്ല, മുക്കിയെടുത്തതാണ്. അവനെ ഇങ്ങ് അയച്ചത് ഒരു ചെറിയ മുറിവ് കൽപ്പിക്കുവാനല്ല, തകർത്ത് കളയുവാൻ. 53:10 പിതാവാം ദൈവം തൻ്റെ ഏകജാതന് നിങ്ങൾക്ക് വേണ്ടി എനിക്ക് വേണ്ടി തകർത്ത് കളയുവാൻ അവന് ഇഷ്ടം തോന്നി. തകർത്തപ്പോൾ ഉടുപ്പ് തളിക്കപ്പെടുകയില്ല, അത് മുക്കിയെടുത്തതുപോലെ അത് നനയും. ഇറ്റ് ഷാൽ ബി ഡിപ്ഡ് ഇൻ ബ്ലഡ്. കണ്ടാൽ ആളല്ല, ഒരു 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 പീസ് ഫ്ലഷിനെ തകർത്ത് തൂക്കിവിട്ടതുപോലെ ഐസയ അത് കാണുന്നു. ഓ, ഇറ്റ് ഈസ് നോട്ട് എ പേഴ്സൺ, ഇറ്റ് ഈസ് എ പീസ് ഓഫ് ഫ്ലഷ്. 52:14 ഐസയ 52:14 കണ്ടാൽ ആളല്ല എന്നുള്ള രൂപം, ഡിസ്ഫിഗേർഡ്. അങ്ങനെയാണെങ്കിൽ വന്ന രക്തം സ്പ്രിങ്കിൾ ചെയ്തതല്ല, അവൻ്റെ ഉടുപ്പിനെ മുക്കിയെടുത്ത ഉടുപ്പുമായി, രക്തത്തിൽ മുക്കിയെടുത്ത ഉടുപ്പുമായി വെള്ളക്കുതിരയിന്മേൽ ഒരുവൻ. അപ്പോൾ യോഹന്നാന് മനസ്സിലായി, വേറെ ആരുമല്ല, എൻ്റെ പ്രാണൻ യേശു, എൻ്റെ പ്രാണൻ യേശു. അടുത്ത വചനത്തിൽ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന അവൻ്റെ പേര് 13-ാം വചനം, വെളിപ്പാട് പുസ്തകം 19:13 അവൻ്റെ പേര് രക്തത്തിൽ മുക്കിയെടുത്ത ഉടുപ്പുമായി വെള്ളക്കുതിരയിന്മേൽ അനേക രാജമുടികൾ ധരിച്ചു അഗ്നി കണ്ണുകളുമായി ഇരിക്കുന്ന ഇവൻ്റെ പേര് ദൈവവചനം. ആമേൻ. ദൈവവചനം. അമേരിക്കയിൽ കാട്ടുതീ വാർത്ത വായിച്ചോ? ലോസ് ഏഞ്ചൽസ് ബോളിവുഡ് പട്ടണം കത്തി നശിച്ചു. ഇതുവരെ കൺട്രോൾ ആയിട്ടില്ല. 24 മണിക്കൂറിൽ 15,000 ഏക്കർ കത്തി നശിച്ചു. ഇത്
സംഭവമാണ്, നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം. ഇതിൽ അല്പം സങ്കല്പം കൂടെ ചേർത്ത് നമുക്ക് സത്യത്തിലേക്ക് കടക്കാം. ആരോ ഒരാൾ ചോദിച്ച്, തീയേ നീയാണു ശക്തൻ. തീ പറഞ്ഞ്, അല്ല, ഒരു ബക്കറ്റ് വെള്ളം ഇതിൽ വിട്ടാൽ ഞാൻ അണഞ്ഞു പോകും. അപ്പം വെള്ളമാണ് ശക്തൻ. അയാൾ വെള്ളത്തോട് ചോദിച്ചു, വെള്ളമേ നീയാണോ ശക്തൻ? അല്ല, സൂര്യൻ പ്രകാശത്തോടും ചൂടോടും പ്രകാശിച്ചാൽ വെള്ളം വായുവായി മേഘമായി ഉയർന്ന് അപ്രത്യക്ഷമാകും. അങ്ങനെയാണെങ്കിൽ മേഘമാണ് ശക്തൻ. മേഘമേ നീയാണ് ശക്തൻ. മേഘം പറഞ്ഞ് എന്നെ തടുത്ത് നിർത്തുവാൻ കണ്ടോ പർവ്വതം, അവനാണ് ശക്തൻ. പർവ്വതത്തോട് ചോദിച്ച്, പർവ്വതമേ നീയാണോ ശക്തൻ? പർവ്വതം പറഞ്ഞ്, വരുന്ന മനുഷ്യൻ ബുൾഡോസറുമായി എന്നെ ഇടിച്ച് തകർക്കാൻ. മനുഷ്യനാണ് ശക്തൻ. മനുഷ്യ നീയാണോ ശക്തൻ? മനുഷ്യൻ മറുപടി നൽകി, അല്ല, എന്നെ വിഴുങ്ങിക്കൊണ്ടു പോകുവാൻ മരണമാണ് ശക്തൻ. മരണത്തോട് ചെന്ന് ചോദിച്ച്, മരണമേ നീയാണോ ശക്തൻ? ഞാൻ ഒരു പരിധി വരെ ശക്തൻ തന്നെയാണ്. എനിക്കുള്ള അധികാരം എല്ലാ മനുഷ്യരെയും ഞാൻ വിഴുങ്ങിക്കളയും. പക്ഷെ എന്നെ കൊണ്ട് വിഴുങ്ങുവാൻ കഴിയാത്ത ഒരു ശക്തനുണ്ട്. അവൻ്റെ പേരാണ് ക്രിസ്തു യേശു. ആ ശക്തന്റെ മുമ്പിലാണ് നീ ഇരിക്കുന്നത്. വചനം ജഡമായി, അതാണ് ആ ശക്തൻ. വചനമാണ് ശക്തി ഉള്ളത്. പുല്ല് ഉണങ്ങുന്നു, പൂ വാടിപ്പോകുന്നു. ദൈവവചനമോ എന്നേക്കും നിലനിൽക്കാം. എഴുന്നേൽക്കാം. കൃപ 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 കൃപ. 3 മിനിറ്റാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇനി നമുക്കൊരു സാക്ഷ്യം കേൾക്കാനുണ്ട്. വാ തുറന്ന് രാജാവിന് സ്തോത്രം അർപ്പിക്കുക. എല്ലാ ആളുകളും ശക്തിയോട് നിലവിളിയോട് വചനം കേട്ടപ്പോൾ ഇസ്രായേൽ ജനം കരഞ്ഞ്, ആമേൻ 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 ആമേൻ. ടീ സാക്ഷി പറയേണ്ട കുടുംബം പതുക്കെ മുമ്പിലോട്ട് ഒരുങ്ങി വരിക. വാ തുറക്കണം മക്കളെ, വാ തുറക്കണം. എല്ലാവരും ശക്തിയോടെ ബലമായി എല്ലാവരും ആരാടിപ്പീൻ. കൈകൾ ഉയർത്തി, കൈകളെ തട്ടി, നന്ദി. യേശുവേ നന്ദി. അങ്ങും ഇങ്ങും അലസതയോട് നോക്കരുത്. നിന്റെ ഭാവി നിശ്ചയിക്കുന്ന നിമിഷമാണ് ഇത്. അപ്പാ കരയുക. നെഗേമിയ 8:8 പുസ്തകം വിടർത്തി എസ്രാ ശാസ്ത്രി വചനം വായിച്ചപ്പോൾ കേട്ട ആളുകൾ ആമേൻ സമർപ്പിച്ചു വീണ് കരയാൻ കഴിയുന്നില്ല. നിനക്ക് കരയാൻ കഴിയുന്നില്ല. അപ്പാ എന്ന് നിലവിളിക്കുക.
அப்பா அப்பா இயேசுவே. எல்லாரும் 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 ரக்காலதந்தனடபா யாவரும் 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 ശക്തിയോടെ ശക്തിയോടെ എല്ലാ ആളുകളും സ്തുതിച്ചാട്ടെ, യേശുവിനെ സ്തുതിച്ചാട്ടെ. നാവെടുത്ത് വാഴ്ത്തുക, നാവെടുത്ത് വാഴ്ത്തുക. ശക്തിയോട് ശക്തിയോട് ശക്തിയോട്. ഓറ ബാലദം ധനദബ ലഞ്ചന. ആമേൻ ആമേൻ ആമേൻ. എന്നും ക്രമമായി അതിരാവിലെ തിരുവെഴുത്ത് വായിച്ച് ധ്യാനിപ്പാൻ കൃപ തരണമേ. പറയുക പറയുക പറയുക. നാളെ മുതൽ ഇന്നു മുതൽ അതിരാവിലെ തിരുവെഴുത്ത് എടുത്ത് വായിച്ച് ധ്യാനിപ്പാൻ, അന്നുള്ള കണക്ക് തീർപ്പാൻ, അന്നുള്ള കണക്ക് തീർത്ത് മുമ്പോട്ട് പോകാൻ. ആമേൻ. നീ അന്നു നിന്നെ നീ വിധിച്ചാൽ, ആമേൻ, ഒടുക്കത്തെ നാളിൽ നീ വിധിക്കപ്പെടുകയില്ല. മറക്കരുത്. അന്നു അന്നു നീ ദൈവസന്നിധിയിൽ വചനം കൊണ്ട് ദൈവ പൈതലേ നീ നിന്നെ വിധിച്ചാൽ ഒടുക്കത്തെ നാളിൽ നീ വിധിക്കപ്പെടുകയേ ഇല്ല. കരയുക, ദൈവസന്നിധിയിൽ കരയുക. മറഞ്ഞിരിക്കുന്ന അക്രമം, മറഞ്ഞിരിക്കുന്ന അക്രമം മോചിക്കണമേ. മറഞ്ഞിരിക്കുന്ന അക്രമം മോചിക്കണമേ, മോചിക്കണമേ. ടി 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 ടി. വചനത്തിൻ അടിസ്ഥാനത്തിൽ എൻ്റെ ജീവിതം ഞാൻ സമർപ്പിക്കുമെന്ന് ദൈവസന്നിധിയിൽ ഒരു പ്രതിജ്ഞ എടുക്കുക. നാട് നടുവിൽ നീ ഓടരുത്. മരണം വന്നാൽ ആ ജനത്തെ പോലെ അറിയാതെ നിന്റെ സുബോധത്തെ ദൈവം മറച്ചുകളയും. നാട് ഓടുന്ന നടുവിലെ ഓടരുത്. കയ്യിലുള്ളത് സത്യപ്രമാണം, സത്യപ്രമാണം. സ്തോത്രം 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 സ്തോത്രം. സ്വർഗം താണിറങ്ങി വരുന്നു, സ്വർഗം താണിറങ്ങി വരുന്നു, സ്വർഗം താണിറങ്ങി വരുന്നു. അഗ്നി മഴ, അഗ്നി മഴ, അഗ്നി മഴ, അഗ്നി മഴ. ശുദ്ധീകരണം, ഉള്ളിലെ ശുദ്ധീകരണം, ഉള്ളിലെ ശാരീരിക ശുദ്ധീകരണം, പ്രാണനിൽ ശുദ്ധീകരണം, ആത്മാവിൽ ശുദ്ധീകരണം, മനസ്സാക്ഷി ശുദ്ധീകരണം, മനസ്സിൽ ശുദ്ധീകരണം. ഉള്ളിലെ തിരുവെഴുത്ത് കേട്ടപ്പോൾ ഹൃദയം കത്തിക്കൊണ്ടിരുന്നില്ലയോ? കത്തിക്കൊണ്ടിരുന്നില്ലയോ? ഉയർത്തെഴുന്നേറ്റ് യേശുവിൻ്റെ നാവിൽ നിന്ന് പുറപ്പെട്ട തിരുവെഴുത്ത് എമ്മാവൂസ് നോക്കിപ്പോയ ശിഷ്യന്മാർ കേട്ടപ്പോൾ ഉള്ളു കത്തിക്കൊണ്ടിരുന്നില്ലയോ? ഉള്ളു കത്തട്ടെ, ഉള്ളു കത്തട്ടെ. തിരുവെഴുത്തിൻ്റെ മുമ്പിൽ ഉള്ളു കത്തട്ടെ, കത്തട്ടെ, കത്തട്ടെ. ടി 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 ടി. ഹീലിംഗ് പവർ വ്യാപരിക്കുന്നു, സഭയ്ക്ക് നൽകുന്ന ദിവ്യ ശക്തി വ്യാപരിക്കുന്നു. കെട്ടുകൾ പൊട്ടുന്നു. യേശുവിൻ നാമത്തിൽ ക്യാൻസർ ശമിക്കമാകട്ടെ. മുടന്തൻ എഴുന്നേറ്റ് നടക്കട്ടെ. കുരുടൻ കാഴ്ച പ്രാപിക്കട്ടെ. വൈദ്യശാസ്ത്രം എവിടെ പരാജയപ്പെട്ടുവോ വചനത്തിൻ്റെ ശക്തി അവിടെ ജയിക്കട്ടെ. ഹീലിംഗ് പവർ, ഹീലിംഗ് പവർ, സഭയ്ക്ക് നൽകുന്ന ദിവ്യ ശക്തി ഉള്ളിൽ 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 ഉള്ളിൽ. വചനം എന്നുള്ള തീ, വചനം എന്നുള്ള തീ, വചനം ഉള്ള തീ, വചനം എന്നുള്ള തീ കത്തുന്നു, 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 കത്തുന്നു. ഇന്നലേക്കാൾ ഇന്നു ഞാനൻ പ്രിയനാടിനോ ഏറ്റമടും ടായടെ നീക്കെതിരെ ആനന്ദോ
ഓ ഇന്നലേക്ക എന്നോ ഞാനൻ പ്രിയൻ നാടിനോ ഏറ്റമടു താഴെ നീക്കെത്ര ആനന്ദം എൻ്റെ പ്രിയനെ ഒന്ന് കാണുവാൻ എൻ്റെ പ്രിയനെ ഒന്ന് കാണുവാൻ വാഴും കൃപ കൃപ അഗ്നി മഴ അഗ്നി മഴ അഗ്നി മഴ നിറച്ചതിനായി നന്ദി. മഹത്വം കർത്താവിന്.